അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. തുമ്മ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എടുത്തത് മൻ അദ്റക റകഅൻ മിന സുബ്ഹി ഫഖദ അദ്റക സുബ്ഹ് അല്ലേ. വമൻ അദ്റക റകഅത മിനൽ അസ്രി ഫഖദ അദ്റക ഖബ്ല അൻ തഗ്റുബ അശ്-ശംസ് ഫഖദ് അദ്റകൽ അസ്ർ. ഇനി നിസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളെ കുറിച്ചുള്ള ഹദീസുകളാണ് ഇനി ഉള്ളത്. അതിലിപ്പോ നമ്മള് ചിലത് മാത്രമേ എഴുതിയ, പിന്നെ ബാക്കി എത്തായിട്ട് പൂർത്തിയാക്കാം. وعن أبي سعيد الخدري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لا صلاة بعد الصبح حتى تطلع الشمس ولا صلاة بعد العصر حتى تغيب الشمس. ഞാൻ വായിക്കുന്ന കറക്റ്റ് അല്ലേ എന്ന്. മുത്തഫഖുൻ അലൈഹി വലഫ്ദു മുസ്ലിമിൻ لا صلاة بعد صلاة الفجر. وله أن عقبة ابن عامر رضي الله عنه 3 ساعات كان رسول الله صلى الله عليه وسلم ينهانا أن نصلي فيهن وأن نقبر فيهن موتانا حين تطلع الشمس بازغة حتى ترتفع بازغة حين تطلع الشمس حين تطلع الشمس بازغة حتى ترتفع وحين يقوم قائم الظهيرة حتى تزول الشمس وحين تضيف الشمس للغروب. والحكم الثاني عند الشافعي من حديث أبي هريرة رضي الله عنه بسند ضعيف وزاد إلا يوم الجمعة وكذا لأبي داود عن أبي قتادة نحوه. നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഖായിമുൻ ബഹീറ ഹീന തദയ്യഫു ശംസ്. തദയ്യഫുൻ എന്താ ഇത്? തദയ്യഫുൻ ആയാലും തദയ്യഫുൻ ആയാലും ചില നിസ്കാരങ്ങളിൽ അങ്ങനെയാണ്. തദയ്യഫ് തതനസ്സൽ മലായികത്തു തനസ്സലു എന്ന് പറഞ്ഞാൽ തതനസ്സലു എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ തദയ്യഫു എന്ന് പറഞ്ഞാൽ തദയ്യഫു എന്നുള്ള മാനയിലാണ്. ചില നിസ്കാരങ്ങൾ അങ്ങനെയാണ്. ഒന്നാമത്തെ ഹദീസിൽ عن أبي سعيد الخدري رضي الله عنه അബൂ സഈദ് الخدري رضي الله عنه നിവേദനം. അബൂ സഈദ് الخدري നിവേദനം. قال അദ്ദേഹം പറഞ്ഞു سمعت رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു. യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. അതാരാ പറയുന്നത്? അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു. എന്താ തിരുനബി പറഞ്ഞത്? ലാ സ്വലാത്ത ബഅദ സുബ്ഹി ഹത്താ തത്ലുഅ ശംസ്. ലാ സ്വലാത്ത ബഅദ സുബ്ഹി ഹത്താ തത്ലുഅ ശംസ് വലാ സ്വലാത്ത ബഅദ അൽ-അസ്രി ഹത്താ തഗീബ ശംസ്. എന്താ ഇതിന്റെ ലാ സ്വലാത്ത നമസ്കാരം ഇല്ല ബഅദ സുബ്ഹി സുബഹിക്ക് ശേഷം ഹത്താ തത്ലുഅ ശംസ് സൂര്യൻ ഉദിക്കുന്നത് വരെ വലാ സ്വലാത്ത നമസ്കാരമില്ല ബഅദൽ അസ്രി അസറിന് ശേഷം ഹത്താ തഗീബ ശംസ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പൊ ഇവിടെ ഹദീസ് അറിയിക്കുന്നത് എന്താ? സൂര്യൻ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ നമസ്കാരമല്ല, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നമസ്കാരമല്ല. മുത്തഫഖുൻ അലൈഹി ബുഖാരിയും മുസ്ലിമും അബൂ സഈദ് ഖുദ്രിയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടാണ്. മുസ്ലിമിന്റെ ലഫ്ദ് ഇപ്രകാരമുണ്ട്. എന്ത്? ലാ സ്വലാത്ത ബഅദ സ്വലാത്തിൽ ഫജ്രി. ലാ സ്വലാത്ത നമസ്കാരമില്ല ബഅദ സ്വലാത്തിൽ ഫജ്രി ഫജ്ർ നമസ്കാരത്തിന് ശേഷം. അപ്പൊ ഇവിടെ ബഅദ സുബ്ഹിയാണ്, സുബ്ഹിക്ക് ശേഷമാണ്. സുബ്ഹിക്ക് ശേഷമെന്നും സലാത്തുൽ ഫജ്ർ അല്ലെങ്കിൽ സലാത്തു സുബ്ഹ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. സുബ്ഹിക്ക് ശേഷം എന്ന് പറയുന്നതും
സലാത്തുൽ ഫജ്ർ അല്ലെങ്കിൽ സലാത്തുൽ സുബ്ഹ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സുബ്ഹി എന്ന് പറഞ്ഞാല് സുബ്ഹി നിസ്കാരമല്ല, പിന്നെ ഫജ്റിന്റെ ഉദയം. ഒരു ഹദീസിൽ ലാ സലാത്ത ബഅദ സുബ്ഹി ഇല്ലാ സജ്ദതൈൻ, സുബ്ഹിക്ക് ശേഷം 2 റക്അത്ത് നിസ്കാരമില്ലാതെ ഇല്ലാന്ന് അറിയിക്കുന്നു ഹദീസുണ്ട്. മനസ്സിലായോ? അപ്പോ പിന്നെ സുബ്ഹിക്ക് ശേഷം സുബ്ഹി നിസ്കാരകാലമുണ്ട്. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമേ ഉള്ളൂ, വേറെ നിസ്കാരമൊന്നും പാടില്ല എന്നുള്ളതാണ് ഹദീസ് അറിയിക്കുന്നത്. ഏതായാലും അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഞാനത് പറയാം. അപ്പൊ അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഈ ഹദീസിൽ അല്ലാഹുവിന്റെ സുബ്ഹാനഹു തങ്ങൾ പറഞ്ഞത് കേട്ട അദ്ദേഹം പറയുന്നത് ലാ സലാത്ത ബഅദ സുബ്ഹി, സുബ്ഹിക്ക് ശേഷം നമസ്കാരമല്ല, ഹത്താ തത്ലുഅ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ പാടില്ല എന്നാണോ, നമസ്കാരം നിശ്ചയിച്ചിട്ടില്ല എന്നാണോ? നഫിയല്ല, നഹിയാണ് ഉദ്ദേശം. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് വലാ സ്വലാത്ത ബഅദൽ അസ്ർ, അസ്റിന് ശേഷം നമസ്കാരം തഹ്രീദത്തും, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പറഞ്ഞ നിസ്കാരം നിസ്കരിക്കാൻ പാടുള്ളതല്ല എന്ന് അതിന്റെ അർത്ഥം. നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ലാ സലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരമില്ല എന്നർത്ഥം. കാരണം ലാ നാഫിയലിൽ ജിൻസാണ്, വർഗത്വത്തിന്റെ നിഷേധിക്കാനാണ് ഈ ലാം. സലാത്ത് പറഞ്ഞാൽ ഒരു നിസ്കാരം പാടില്ല എന്നാണ്. അപ്പോ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഈ റവാത്തുൽ അസ്ബാബായ നിസ്കാരങ്ങളുണ്ട്, കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ. കാരണങ്ങളുള്ള നിസ്കാരം ഏതുപോലെ? കാരണങ്ങളുള്ള നിസ്കാരങ്ങൾക്ക് ഉദാഹരണം ഫർള് നമസ്കാരം ഒരാളത് ഉറങ്ങിപ്പോയി, അപ്പോൾ അയാൾ ഉണർന്നത് അപ്പോഴാണ്. അതിന് അഭിപ്രായ വ്യത്യാസമല്ല. ഫർള് നമസ്കാരം, അതായത് ഒരാൾ ഉറങ്ങിപ്പോയി, ഫർള് നമസ്കാരം നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഫർള് നിസ്കാരത്തിന് തുടക്കത്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല, പിന്നെ അവസാനത്തിലാണെങ്കിൽ അതിൽ ഇഷ്കാരില്ല, അത് നിസ്കരിക്കണം. ഫർള് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണെങ്കിലും നിസ്കരിക്കണം, അതിൽ ഇഷ്കാരില്ല. അതുകൊണ്ട് ഫർളല്ലാത്ത ഇതര നിസ്കാരങ്ങൾ, സുന്നത്തുകൾ, കാരണമുള്ള നിസ്കാരങ്ങളുണ്ട്, കാരണമില്ലാത്ത നിസ്കാരങ്ങളുണ്ട്, മുത്തലക്കായ സുന്നത്തുകളുണ്ട്, നവാഫിലുകൾ. അപ്പൊ കാരണമുള്ള നിസ്കാരം ഏതുപോലെ? അത് റാത്തിബത്തായ സുന്നത്ത്. തഹിയ്യത്ത് നിസ്കാരം. തഹിയ്യത്ത് നിസ്കാരം പള്ളിയിൽ കയറിയാൽ ഒരാൾ ചെയ്യണം 2 റക്അത്ത് നിസ്കരിക്കണം. അത് കാരണമുള്ള നിസ്കാരം, പള്ളിയിൽ കയറി എന്നുള്ളതാണ് ഇത് കാരണം. പിന്നെ ഗ്രഹണ നിസ്കാരം, ഗ്രഹണം ഉണ്ടായത് കാരണത്താൽ നിസ്കാരം. അതേപോലെ തന്നെ ജനാബ നമസ്കാരം, ഇതൊക്കെ കാരണങ്ങളുള്ള നിസ്കാരം. വുളുവിന്റെ 2 റക്അത്ത് നിസ്കാരം കാരണമുള്ള നിസ്കാരം. അതേപോലെ തഹിയ്യത്തിൽ തവാഫിന്റെ 2 റക്അത്ത്, തവാഫിന്റെ 2 റക്അത്ത് എന്താണ്? തവാഫ് ചെയ്ത കാരണത്താലാണ് 2 റക്അത്ത് നിസ്കാരം. ഇതൊക്കെ കാരണങ്ങളുള്ള നിസ്കാരങ്ങളാണ്. അപ്പൊ ഈ കാരണങ്ങളുള്ള നിസ്കാരം ഈ സമയത്ത് പറ്റുമല്ലേ? ഒരാള് സുബഹി നിസ്കരിച്ച് എന്നിട്ടാണ് തവാഫ് ചെയ്യുന്നത്. തവാഫ് കഴിഞ്ഞിട്ട് അയാൾക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ അസറിന് ശേഷം ഗ്രഹണം ഉണ്ടായി, ഗ്രഹണ നിസ്കാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? ഒരാൾ ഉളു ചെയ്തു ഫജ്ർ നിസ്കാരത്തിന് ശേഷം, അയാൾക്ക് ഉളുവിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതിന്റെ അഭിപ്രായ വ്യത്യാസമാണ്. ഇമാം മാലിക്, അബൂ ഹനീഫ, ഇമാം അഹ്മദ് അഭിപ്രായം പ്രബലമായ അഭിപ്രായമാണ്. ഇവര് കാരണമുള്ള നിസ്കാരമാണെങ്കിലും നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരൻ. ഒരു നിസ്കാരവും പാടില്ല, കാരണമുള്ളതായാലും ഇല്ലാത്തതാണെങ്കിലും ഒരു നിസ്കാരവും പാടില്ല എന്നുള്ളത്. ഇമാം മാലിക്, അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, മാലിക്കികൾ, ഹനഫികൾ, ഹംബലികൾ, അവരുടെ അഭിപ്രായം കാരണമുള്ള നിസ്കാരമാണെങ്കിലും അല്ലാത്ത നിസ്കാരമാണെങ്കിലും ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം ഷാഫിയിലാണ് അതിൽ നിന്ന് വേറിട്ട അഭിപ്രായം. ഷാഫി മദ്ഹബിൽ അവര് പറഞ്ഞത് കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാം, കാരണമുള്ളത്.
മുത്തലക്കായിട്ടുള്ള നവാഫിലുകളാണ് നിസ്കരിക്കാൻ പാടില്ലാത്തത്. മുത്തലക്കായ സുന്നത്തുകൾ അത് പാടുള്ളതല്ല. അതേസമയം കാരണങ്ങളുള്ളതാണെങ്കിൽ നിസ്കരിക്കാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെയാണ് ഇബ്നു തൈമിയ്യ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു തൈമിയ്യയുടെ ഒക്കെ പക്ഷം അതാണ്, കാരണങ്ങളുള്ള നിസ്കാരം നിസ്കരിക്കാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? സുബഹി നിസ്കരിച്ചു ഉദു ചെയ്താൽ 2 റക്അത്ത് ഉദു ചെയ്ത് നിസ്കരിക്കാം. സുബഹി നിസ്കരിച്ച് ഒരാൾ പള്ളിയിൽ കയറിയ തഹയ്യത്ത് നിസ്കരിക്കാം. അതേപോലെ തന്നെ അസറിന് ശേഷം ഗ്രഹണം ഉണ്ടായ ഗ്രഹണം നിസ്കരിക്കാം. ആ അഭിപ്രായമാണ് ശരിയോടെ അടുത്തത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിന് ശേഷം നിസ്കരിച്ചു. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ നിസ്കരിച്ചില്ല? അപ്പൊ പറഞ്ഞ്, പിന്നെ ദുഹറിന് ശേഷമുള്ള 2 റക്അത്ത് ഞാൻ അതിഥികളെ സ്വീകരിക്കുന്നതിൽ മശ്ഗൂലായിട്ട് നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഞാൻ റസൂലുള്ളാഹി വീട്ടിയതാണ്. മനസ്സിലായി? അതേപോലെ തന്നെ ഒരു വ്യക്തി ഫജ്റിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ്? അപ്പൊ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞാൻ ഫജ്റിന് മുമ്പുള്ള നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് നിസ്കരിക്കാൻ പറ്റില്ല, അത് നാം നമസ്കരിച്ചാണ്. അപ്പൊ റസൂലുള്ളാഹി മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇതുപോലുള്ളതായ തെളിവുകൾ അറിയിക്കുന്നത് എന്താണ്? ഒരു കാരണമുള്ള നമസ്കാരം ഈ സമയങ്ങളിൽ ആകാം എന്നുള്ളതാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അഥവാ ഹംബലി, മാലിക്കി, ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഭാഗ്യമാണ് പിടിച്ചത്. അവർ പറഞ്ഞാൽ ലാ സലാത്താണ്, ഒരു നിസ്കാരം പാടില്ല എന്നാണ്. അത് കാരണമുള്ളതാണെങ്കിൽ എല്ലാത്തിനും പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഹദീസിന്റെ പൊതു തേട്ടത്തെ പ്രത്യേകമാക്കുന്ന തെളിവുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായമാണ് ശരിയോടടുത്തത് കാരണമുള്ള നിസ്കാരങ്ങൾ എന്ത് ചെയ്യാം? നിസ്കരിക്കണം. എന്നാൽ മുത്തലക്കായിട്ടുള്ള നാഫിലത്തുകൾ, ഐച്ഛിക നമസ്കാരം, അത് പാടുള്ളതല്ല. പിന്നെ വിഷയം ഇവിടെ മുസ്ലിമിന്റെ ലഫ്ദിലുള്ളത് എന്താണ്? ലാ സലാത്ത ബഅദ സലാത്തിൽ ഫജ്ർ എന്നാണ്. ഫജ്ർ നമസ്കാരത്തിന് ശേഷം സലാത്തില്ലാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അഭിപ്രായത്തില ഹദീസില ബഅദ സുബഹിക്ക് ശേഷമില്ല എന്നാണ്. അപ്പോ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വീക്ഷണ വ്യത്യാസം ഇവിടെ ഒരു മസലയിലുള്ളത്, നിരോധനം തുടങ്ങുന്നത് സുബഹിക്ക് ശേഷമാണോ അതല്ല സുബഹി നമസ്കാരത്തിന് ശേഷമാണോ? സുബഹിക്ക് ശേഷം നിസ്കാരമില്ല എന്നാ ഇവിടെ പറഞ്ഞത്. ഇവിടെ സുബഹി നമസ്കാരത്തിന് ശേഷം ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അഭിപ്രായ വ്യത്യാസം. ഈ ഹദീസിനെ കിട്ടിയവർ, മുറുകെ പിടിച്ചവർ പറഞ്ഞു, സുബഹി ഉദിച്ചാൽ പിന്നെ സൂര്യോദയം വരെ ഒരു ഐച്ഛിക നിസ്കാരവും പാടുള്ളതല്ല. ഏതല്ലാതെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തല്ലാതെ. ഫർദിന്റെ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമല്ല കേട്ടോ. ഈ വിരോധിക്കപ്പെട്ട സമയങ്ങളിലൊക്കെ ഏത് നിസ്കരിക്കാം? ഫർദ് നിസ്കരിക്കാം. നിസ്കാരത്തിൽ ഖിലാഫ് വരുന്ന വിഷയത്തിലാണ്, ഐച്ഛിക നമസ്കാരം സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. അപ്പോ സുബഹി ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു നിസ്കാരവും പാടുള്ളതല്ല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തല്ലാതെ. ഇതാണ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെ ഒക്കെ അഭിപ്രായം. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ നിന്ന് വ്യത്യസ്ത വീക്ഷണക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് സുബഹിന്റെ നിസ്കാരത്തിന് ശേഷമാണ്. സുബഹി നിസ്കാരത്തിന് ശേഷമാണ്. അതിന്റെ തെളിവ് എന്താ? തെളിവ് ഈ ഹദീസാണ്. ലാ സലാത്ത ബഅദ സലാത്തിൽ ഫജ്ർ. ഫജ്ർ നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ എന്തില്ല എന്നാണ്? നിസ്കാരമില്ല എന്നാണ്. മനസ്സിലായോ? അവിടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായമാണ് പ്രബലം. കാരണം എന്താ? ഈ ഹദീസിന്റെ തേട്ടം എന്ത് എന്നുള്ളത് ഈ ഹദീസ് അറിയിച്ചു. ബഅദ സുബഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബഅദ സലാത്തി സുബഹ് എന്ന്. ബഅദ സലാത്തി സുബഹ് എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അത് 2 പ്രബലമായ 2 മസലകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത്. 2 പ്രധാനപ്പെട്ട 2 മസലകൾ. ഏതൊക്കെയാണത്? സൂര്യൻ ഉദിക്കുന്നത് വരെ, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്താ? സുന്നത്ത് നമസ്കാരങ്ങൾ പാടില്ല എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു സുന്നത്ത് നിസ്കാരവും മുത്തലക്ക പൊതുവായിട്ടുള്ള ഐച്ഛിക നമസ്കാരങ്ങളാകട്ടെ കാരണങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ ഒരു നിസ്കാരവും പാടില്ല. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞത് കാരണമുള്ള നമസ്കാരങ്ങൾ ഈ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ആകാവുന്നതാണ്. കാരണമുള്ള നമസ്കാരങ്ങൾ. അദ്ദേഹത്തിന്റെ അതേ വിഷയമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ഫജ്ർ 2 ഉണ്ട്. ഫജ്റുൽ കാദിബുണ്ട്, ഫജ്റുൽ സാദിഖുണ്ട്. ഫജ്റുൽ സാദിഖാണ് അവിടെ ഉദ്ദേശം. കാരണം അപ്പോഴാണ് നിസ്കാരം തുടങ്ങുന്നത്.
രണ്ടാമത്തെ മസ്തര നമ്മൾ പറഞ്ഞതാണ് ലാ സലാത്ത ബഅദൽ സലാത്തിൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം സ്ഥിരപ്പെട്ടത് എന്താണ്? ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് സുബഹി ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കാരമല്ല. സുബഹിന്റെ 2 റക്അത്ത് സുന്നത്തല്ലാതെ അതൊരു റിപ്പോർട്ട് അറിയിക്കുന്നത് കൊണ്ടാണ്. ആ റിപ്പോർട്ടിൽ ഞാൻ നമുക്ക് വരും. പക്ഷെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു സുബഹി മുതലുള്ള വിരോധം വരുന്നത് എപ്പോഴുള്ള മുതലാണ്? സുബഹി നമസ്കാരം മുതലാണ്. ഒരാൾ സുബഹി നമസ്കരിച്ച് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്തില്ല? നിസ്കാരമല്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തെ ഈ റിവായത്ത് പ്രബലപ്പെടുത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഹദീസ്, അപ്പൊ കുറച്ചുകൂടി മസലകൾ ഇതിൽ വരും. വലഹു അൻ ഉഖ്ബത ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ثلاث ساعات كان رسول الله صلى الله عليه وسلم ينهانا أن نصلي فيهن وأن نقبر فيهن موتانا حين تطلع الشمس بازغة حتى ترتفع وحين يقوم قائم الظهيرة حتى تزول الشمس وحين تضيف الشمس للغروب. വലഹു പറഞ്ഞാൽ വലി മുസ്ലിമിനുണ്ട്, ഇമാം മുസ്ലിമിനുണ്ട്. ആരുള്ളത്? അൻ ഉഖ്ബത ഇബ്നു ആമിർ, ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ്. ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമിനുണ്ട്. ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുണ്ട്. ആര്? ഉഖ്ബ ഇബ്നു ആമിർ. അബൂ സഈദ് അൽ ഖുദ്രി നമുക്ക് വന്നതാണ് അല്ലെ? അദ്ദേഹം നമുക്ക് മുമ്പ് വന്ന റാവിയാണ്. ഉഖ്ബ ഇബ്നു ആമിർ അൽ ജുഹനി, അദ്ദേഹം ബനു ജുഹൈന ഗോത്രക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഉഖ്ബ ഇബ്നു ആമിർ അൽ ജുഹനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനങ്ങളെ പരിപാലിക്കുന്ന ജോലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തൊക്കെ പരിപാലിക്കുന്ന ജോലി. ഉഖ്ബ ഇബ്നു ആമിർ അൽ ജുഹനി അദ്ദേഹം ഹിജ്റയുടെ 54 മരണപ്പെട്ടത് ഈജിപ്തിൽ. ഉഖ്ബ ഇബ്നു ആമിർ അദ്ദേഹം ഹിജ്റയുടെ 54 ഈജിപ്തിലാണ് മരണപ്പെട്ടത്. ഡമസ്കസിൽ അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു. പിന്നെ അലിയും മുആവിയ തമ്മിലുള്ള പ്രശ്നത്തിൽ അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നത്. അദ്ദേഹം ഹിജ്റയുടെ 54 മരണപ്പെട്ടത്. ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ് സലാസു സഅത്ത്, 3 സമയങ്ങൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു യൻഹാന ഞങ്ങളെ വിരോധിക്കും. വിരോധിക്കും. ഞങ്ങളെ വിരോധിക്കും. അപ്പൊ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ വിരോധിക്കുമായിരുന്നു. അൻ നുസല്ലിയ ഫീഹിൻ, അവയിൽ ഞങ്ങൾ നമസ്കരിക്കൽ. അന്നുസല്ലിയ ഞങ്ങൾ നമസ്കരിക്കൽ. ഫീഹിന്ന പറഞ്ഞാൽ ഫീ സലാത്ത്, ആ 3 സമയങ്ങൾ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 സമയങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നതിന് വിരോധിച്ചിരുന്നു. വഅൻ നഖ്ബുറ ഫീഹിന്ന മൗതാന, വഅൻ നഖ്ബുറ എന്ന് പറയും, നഖ്ബിറ എന്ന് പറയും, വഅൻ നഖ്ബുറ ഫീഹിന്ന, ആ സമയങ്ങളിൽ ഞങ്ങൾ ഖബറടക്കുന്നതും. ഖബറടക്കുന്നത് മറമാടുന്നത്. ആര്? മൗതാന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ. മൗതാന മയ്യിത്ത് എന്നുള്ളതിന്റെ ബഹുവചനാണ് മൗത. എന്ന മയ്യത്തുകൾ, ഞങ്ങളുടെ മൗതാന, ഞങ്ങളുടെ മയ്യത്തുകളെ ഞങ്ങൾ മറമാടുന്നതും. അപ്പൊ സലാത്തു സഅത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന അൻ നുസല്ലിയ ഫീഹിന്ന വഅൻ നഖ്ബുറ ഫീഹിന്ന മൗതാന. 3 സമയങ്ങൾ, ആ സമയങ്ങളിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഞങ്ങൾ ഖബറടക്കുന്നതും അവയിൽ ഞങ്ങൾ നമസ്കരിക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ തൊട്ട് വിരോധിക്കുമായിരുന്നു. ഏതാണ് ആ 3 സമയങ്ങൾ? ഹീന തത്ലു അശ്ശംസു ബാസിഗതൻ ഹത്താ തർതഫിഅ. ഹീന തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്ന വേളയിൽ. ബാസിഗതൻ ഉദിച്ചു തുടങ്ങിക്കൊണ്ട്. ബാസിഗ എന്ന് പറഞ്ഞാല്
അല്ലെങ്കിൽ ഉദിച്ചു തുടങ്ങിക്കൊണ്ട്. ഹീന തത്ലുഉ ശംസു ബാസിഗതൻ, ഉദിച്ചു തുടങ്ങി സൂര്യൻ, ഹത്താ തർതഫിഅ, ഉയരുന്നത് വരെ. ഇതിൽ കാണാം ഖദറ റുംഹിൻ, ഒരു കുന്തത്തിന്റെ തോതിൽ, ഏകദേശം ഒരു മനുഷ്യന്റെ നീളത്തിൽ. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഹീന തത്ലുഉ ശംസു ബാസിഗതൻ ഹത്താ തർതഫിഅ, സൂര്യൻ ഉദിച്ചു തുടങ്ങി അത് ഉയരുന്നത് വരെ, ആ സമയത്ത്. അതാണ് ഒന്നാമത്തെ സമയം. 2, വഹീന യഖൂമു ഖായിമു ബഹീറത്തി ഹത്താ തസൂൽ. വഹീന യഖൂമു ഖായിമു ബഹീറ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ മധ്യത്തിലാവും, അതാണ് അതിന്റെ ഉദ്ദേശം. ഹീന യഖൂമു ഖായിമു ബഹീറ, സൂര്യൻ മധ്യത്തിലാവുന്ന വേളയിൽ. അതാണ് അതിന്റെ ഉദ്ദേശാർത്ഥം. ബഹീറത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചാന്നർത്ഥം. യഖൂമു ഖായിമു ബഹീറ ഉച്ചയിൽ നിൽക്കുന്ന വേളയിൽ നിന്നാണ്. ഉച്ചയിൽ നിൽക്കുന്നവൻ നിഴലില്ലാതെ നിൽക്കുന്ന വേള എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ എന്താ, ഉച്ചയിൽ നിൽക്കുന്നവൻ നിഴലില്ലാതെ നിൽക്കാന്ന് പറഞ്ഞാല് അപ്പൊ സൂര്യമധ്യത്തിലാണ്. അതൊരു പ്രയോഗമാണ്. അപ്പൊ ഹീന യഖൂമു ഖായിമു ബഹീറ, സൂര്യൻ മധ്യത്തിലാകുന്ന വേളയിൽ, ഹത്താ തസൂൽ, സൂര്യൻ തെറ്റുന്നത് വരെ. തസൂൽ എന്ന് പറഞ്ഞാൽ തെമീൽ, സൂര്യൻ തെറ്റുന്നത് വരെ. സൂര്യൻ മധ്യത്തിലായി സൂര്യൻ തെറ്റുന്നത് വരെ ഉള്ള സമയം. അപ്പോൾ ഞങ്ങൾ നമസ്കരിക്കുന്നതും ഞങ്ങളിൽ മരിച്ചവരെ മറമാടുന്നതും റസൂലുള്ളാഹി വിരോധിച്ചിരുന്നു. ഹത്താ തസൂല ശംസ്, സൂര്യൻ തെറ്റുന്നത് വരെ. മൂന്നാമത്തെ സമയം ഹീന തബയ്യഫു ശംസു ലിൽ ഖുറൂബ്. ഹീന തബയ്യഫു അല്ലെങ്കിൽ ഹീന തതബയ്യഫു അശംസ്, സൂര്യൻ തബയ്യഫു എന്ന് പറഞ്ഞാൽ തമീലു, ചായുന്ന വേളയിൽ. തബയ്യഫു അല്ലെങ്കിൽ തബയ്യഫു എന്തായാലും ഒരർത്ഥം. തമീലു ചായുക. ഹീന തബയ്യഫു ശംസു, സൂര്യൻ ചായുന്ന വേളയിൽ, ലിൽ ഖുറൂബ് അസ്തമിക്കുവാൻ. അപ്പൊ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ചായുന്ന വേളയിലും. അപ്പൊ ഇവിടെ നോക്കി, ഈ ഹദീസില് 3 സമയങ്ങളാണ്. 2 കാര്യം വിരോധിച്ചു. 1 നമസ്കരിക്കുന്നത്, 2 മറമാടുന്നത്, കബറടക്കുന്നത്. ഒന്നാമത്തെ സമയം ഏതാ? സൂര്യൻ ഉദിച്ചു ഉയരുന്ന വേളയിൽ. ബാസിഹത്ത് എന്ന് പറഞ്ഞാൽ ഉദിച്ചു തുടങ്ങി, അതാണ് ഞാൻ പ്രയോഗിച്ചത്. ഇങ്ങനെ തത്ലുഉ ശംസു ബാസിഹത്തൻ, ഉദിച്ചു തുടങ്ങി, ഹത്താ തർതഫി, ഉയരുന്നത് വരെ. വഹീന യഖൂമു ഖായിമു ബഹീറത്തി ഹത്താ തസൂല ശംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ, മധ്യത്തിലാകുന്ന വേളയിലും. വഹീന തബയ്യഫു ശംസു ലിൽ ഖുറൂബ്, സൂര്യൻ അസ്തമിക്കുവാൻ ചായുന്ന വേളയിൽ. അതാണ് 3 സമയം. ഇപ്പൊ ഈ 2 ഹദീസുകളുണ്ടല്ലോ, അബൂ സഈദ് ഖുദരിയിൽ നിന്നുള്ള ഹദീസും ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസും 5 സമയങ്ങളെ പ്രദാനം ചെയ്തു. ആ 5 സമയങ്ങളിൽ 3 സമയങ്ങളിൽ നിസ്കരിക്കാനും പാടുള്ളതല്ല, കബറടക്കാനും പാടുള്ളതല്ല. 5 സമയങ്ങളിലും നിസ്കാരം പാടുള്ളതല്ല. 5 സമയങ്ങളിൽ നിസ്കാരം പാടുള്ളതല്ല. ഏതാണ് ആ സമയങ്ങൾ? 1 സുബഹി നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. 2 അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. 3 സൂര്യൻ ഉദിച്ചു തുടങ്ങി അസർച്ച് ഉയരുന്നത് വരെ. 4 സൂര്യൻ മധ്യത്തിലാകുന്നത് വരെ സമയം, സൂര്യൻ തെറ്റുന്നത് വരെ. 5 അസ്തമിച്ചു തുടങ്ങി, അസ്തമിക്കാൻ ചാഞ്ഞ് അസ്തമിക്കുന്നത് വരെ. അഥവാ സൂര്യന്റെ ആ വൃത്തം, സൂര്യന്റെ വൃത്തമല്ല, അത് പടിഞ്ഞാറൻ ചക്രവാളത്തില് ഇങ്ങനെ സമുദ്രത്തിലേക്ക് ചാഞ്ഞ് പോണ ആ സമയം, എന്നിട്ടത് അസ്തമിക്കുന്നത് വരെയുള്ള സമയം. അല്ല, അത് സമുദ്രത്തിലേക്ക് വരേണ്ട കാര്യമല്ല. കാരണം അപ്പൊ അസ്തമിക്കാൻ ചാഞ്ഞാൽ അത് വിരോധിക്കപ്പെട്ട സമയം. അത് ഇനി കാരണം ഇവിടെ തെന്നീലുന്നാണ് ലിൽഖുറൂബ്, അസ്തമിക്കാൻ വേണ്ടിയിട്ട് ചായന്നാണ്. അതായത് അസ്തമയത്തിന്റെ ആ അവസാന സമയമാണ് അവിടെ ഉദ്ദേശം.
ഇവിടെ ഒരു വിഷയം, 3 സമയങ്ങൾ: സൂര്യന്റെ ഉദയം, സൂര്യന്റെ മധ്യത്തിലാവൽ, അസ്തമയം, അല്ലെ? സൂര്യന്റെ തുലൂവ്, സൂര്യന്റെ സവാൽ, മധ്യത്തിന് തെറ്റൽ, സൂര്യന്റെ ഉറൂബ്, അസ്തമയം. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 സമയങ്ങൾ. 2 സമയം അത് പിന്നെ ഇതുപോലല്ല. ഈ 3 സമയങ്ങൾ കുറച്ച് ടൈമുള്ളൂ. ഈ 3 സമയങ്ങൾ തുലൂവ് കുറച്ച് സമയം, സവാല് കുറച്ച് സമയം, ഉറൂബും കുറച്ച് സമയം, അതിന് കുറച്ച് സമയമുള്ളൂ. എന്നാൽ ഇതങ്ങനല്ല. ഈ സമയം സുബഹി നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ലോങ് ടൈമാണ്. അതേപോലെ അസർ നമസ്കരിച്ചതിന് ശേഷം അസ്തമിക്കുന്നത് വരെ ലോങ് ടൈമാണ്. ഈ 2 സമയങ്ങൾ, ഈ ഹദീസിൽ പറഞ്ഞ സമയങ്ങൾക്കും ഈ ഹദീസിൽ പറഞ്ഞ സമയങ്ങൾക്കും ഒരേ വിധിയല്ല. എന്തുകൊണ്ട്? ഈ സമയങ്ങൾ രണ്ടും അത് സദ്ദുബറായാണ് എന്ന് പറഞ്ഞാല് ഈ സമയങ്ങൾ നിസ്കരിക്കുന്നത് തീർത്തും വിരോധിക്കപ്പെട്ടതാണ്. അതിന് കാരണമാകുന്ന, അതിലേക്ക് വസീലയാകുന്നത് കാരണത്താലാണ് ഇത് ഇവിടെ തടയപ്പെട്ടത്. എന്നാൽ ഈ സമയങ്ങളിൽ തീർത്തും നിസ്കരിക്കാൻ പാടുള്ളതല്ല. കാരണം ഈ സമയങ്ങളിൽ നിസ്കരിക്കുന്നത് വിരോധിച്ചത്, ഇതാണ് മുഖ്യം. കാരണം ആ സമയത്താണ് സൂര്യനെ ആരാധിക്കുന്നവർ അവരുടെ നിസ്കാരം നടത്തുക. സൂര്യനെ ആരാധിക്കുന്നവർ അവരുടെ നിസ്കാരം നടത്തുന്നത് ഈ സമയങ്ങളിലാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകളുടെ ആരാധനകളോട് നമ്മൾ തീർത്തും എതിരാക്കാനാണ് ചെയ്തത് ഈ സമയങ്ങളെ വിരോധിച്ചത്, ഈ സമയങ്ങളിൽ നിസ്കാരം വിരോധിച്ചത്. സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഫർള് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നിസ്കരിക്കണം. ഫർളിന്റെ വിഷയമല്ല, സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ പിന്നെ ഈ സമയങ്ങളിൽ സൂര്യനെ ആരാധിക്കുന്നവർ നമസ്കരിക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് എതിരാകാനാണ് ഈ സമയങ്ങളിൽ നിസ്കാരം വിരോധിച്ചത്. ഈ 2 സമയങ്ങളിൽ നിസ്കാരം വിരോധിച്ചത് നമ്മളുടെ നമസ്കാരം നീണ്ടുപോയി ഈ സമയങ്ങളിലേക്ക് എത്താതിരിക്കാനാണ്. അപ്പോ ഒരാൾ സുബഹി നിസ്കരിച്ചിട്ട് ഐച്ഛികമായിട്ട് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാണ്. അപ്പൊ അയാൾ നിസ്കരിച്ചിട്ട് അയാളുടെ നിസ്കാരം ഈ സമയത്തേക്ക് നീണ്ടാൽ നിശ്ചിതമായ സമയത്തേക്ക് വരും. അത് തടയാനാണ് ഇവിടെ നിസ്കാരം വിരോധിച്ചത്, ഈ ഹദീസിൽ പറഞ്ഞ ടൈമുകൾ. അത് നിസ്കാൽ ഇവിടെ നമ്മൾ പറഞ്ഞ കാരണമുള്ള നിസ്കാരം നിസ്കരിക്കാം. ഇമാം ഷാഫിയൊക്കെ അഭിപ്രായക്കാരനാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ടൈറ്റായ ടൈം, 3 ടൈം ടൈറ്റാണ്. അതില് കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പറ്റുമോ? അതായത് ഇപ്പൊ നമ്മൾ തവാഫ് ഉദിക്കണ സമയത്ത് നമുക്ക് തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പള്ളിയിൽ കയറി അസ്തമിക്കുന്ന സമയത്താണ് കയറിയത്, 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മധ്യത്തിൽ സൂര്യനാകുമ്പോഴാണ് നമ്മൾ പള്ളിയിൽ കയറിയത് എങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും കാരണമുള്ള നിസ്കാരങ്ങൾ. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ വീക്ഷണത്തിൽ തന്നെയാണുള്ളത്. കാരണമുള്ള നിസ്കാരം നിസ്കരിക്കാം, ഈ സമയത്താണെങ്കിലും നിസ്കരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ ടൈം കുറച്ച് ടൈമാണ്. അല്പം മനുഷ്യൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം പോകും. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ ടൈറ്റായ 3 സമയങ്ങളിൽ പള്ളിയിലേക്ക് കയറിയാൽ എന്ത് ചെയ്തിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിക്കേണ്ടി വരും, കയറാതിരിക്കുക. അല്ലെങ്കിൽ കയറാൻ ഇരിക്കാതെ നിൽക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്, നിങ്ങളുടെ പള്ളിയിൽ പ്രവേശിച്ചാൽ ഫല ഏതൊരു 2 റക്അത്ത് നിസ്കരിക്കാതെ അവന് ഇരിക്കരുത് എന്നാണ്. അപ്പൊ ഇരുന്നാലാണ് പ്രശ്നം, സുന്നത്ത് നിസ്കരിക്കാതെ നിന്നാ പ്രശ്നമല്ല. അതുകൊണ്ട് ആ സമയത്ത് പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാം. അസ്തമിക്കണം കുറച്ച് സമയമല്ല, വെയിറ്റ് ചെയ്യാം. ബാഹിരി മദ്ഹബിന്റെ ആളുകൾ പറഞ്ഞത് ചെരിഞ്ഞ് കിടക്കുക, പള്ളിയിൽ കയറി ഒരാൾ കിടന്നാൽ മതി, ഇരിക്കരുത് എന്നാണല്ലോ പറഞ്ഞത്, കിടക്കണ്ടെന്ന് പറഞ്ഞില്ല. അതാണ് ബാഹിരി ആക്കളുടെ വീക്ഷണം. ഏതായാലും ഒരു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം, അദ്ദേഹം അതിൻ്റെതായ തെളിവുകൾ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ടൈറ്റ് സമയം ഉണ്ടല്ലോ, ആ സമയം അല്പം വെയിറ്റ് ചെയ്യുന്നത് സൂക്ഷ്മത തന്നെയാണ്. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം
സുബൈക്ക് ശേഷം തവാഫ് ചെയ്യും. എന്നിട്ട് മസ്ജിദുൽ ഹറാം പള്ളിയിൽ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കാതെ അദ്ദേഹം മദീനയിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ റീത്തുവാമ ഹറമിന്റെ കുറച്ചപ്പുറത്തുള്ള സ്ഥലമാണ്, അവിടെ വെച്ചിട്ടായിരുന്നു തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നതെന്നാണ്. കാരണം എന്താ കാരണം? ആ ഉദിക്കുന്ന സമയത്ത് നിസ്കാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉദിക്കുന്ന സമയത്ത് നിസ്കാരം വരാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? ജാബിർ റളിയല്ലാഹു അൻഹു മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു ഹജർ ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസിൽ കാണാം, പിന്നെ സുബഹിക്കും അസറിനും ശേഷം അവർ തവാഫ് ചെയ്യാറില്ലായിരുന്നു. സുബഹിക്കും അസറിനും ശേഷം അവർ തവാഫ് ചെയ്യാറില്ലായിരുന്നു. കാരണം ഉദയത്തിന്റെയോ അസ്തമയത്തിന്റെയോ സമയം നിസ്കാരം വരാതിരിക്കാൻ വേണ്ടി, നിസ്കാരം വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ 3 സമയങ്ങൾ ഉണ്ടല്ലോ, അത് കുറച്ച് നിർണിത സമയമാണ്. ആ സമയങ്ങളിൽ കഴിയുന്നിടത്തോളം ഐച്ഛിക നമസ്കാരങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. പള്ളിയിൽ കയറി കുറച്ച് വെയിറ്റ് ചെയ്യും, തഹയ്യത്ത് നിസ്കാരമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വിഷയമുള്ളത് ജുമുഅയാണ്. ജുമുഅന്റെ വിഷയം എന്താ? ജുമുഅക്ക് പള്ളിയിൽ കയറില്ല എപ്പോഴാ? മിക്കവാറും സൂര്യൻ മധ്യത്തിലാകുമ്പോഴാണ്. സൂര്യൻ മധ്യത്തിലായാൽ ആ സമയത്ത് പള്ളിയിൽ കയറുന്നവൻ നിസ്കരിക്കും തഹയ്യത്ത് നിസ്കാരം. മനസ്സിലല്ലേ? സബബുള്ള നിസ്കാരമാണ് നിസ്കരിക്കുക. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ പക്ഷം. അതേസമയം പിന്നെ ജുമാന്റെ സമയം എപ്പോഴാ? ജുമാ നമസ്കാരത്തിന്റെ സമയം ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ദുഹർ നിസ്കാരത്തിന്റെ ടൈമാണ്. ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ, മാലിക്കി മദ്ഹബിൽ ഒക്കെ ജുമാന്റെ സമയം ദുഹറിന്റെ സമയം എപ്പോഴാണ് തുടങ്ങുക? സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം. അപ്പൊ ജുമാ അവരുടേത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം. എന്നാൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അല്ലെങ്കിൽ ഹംബലി മദ്ഹബിൽ ജുമുഅന്റെ സമയം തുടങ്ങുന്നത് പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്ന ടൈമിലാണ്. ജുമുഅന്റെ സമയം തീരുന്നതോ ദുഹറിന്റെ സമയം തീരുമ്പോഴാണ്. പറഞ്ഞത് മനസ്സിലായി? അതായത് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് സൂര്യൻ മധ്യത്തിൽ തെറ്റിയതിനു ശേഷം ദുഹറിന്റെ സമയം തുടങ്ങുമ്പോൾ ജുമാന്റെ സമയം തുടങ്ങും, ദുഹറിന്റെ സമയം തീരുമ്പോൾ ജുമാന്റെ സമയം തീരും. എന്നാൽ ഹംബലി മദ്ഹബിൽ അഭിപ്രായം ശരി, ജുമാന്റെ സമയം പെരുന്നാൾ നമസ്കാരം തുടങ്ങുമ്പോൾ തുടങ്ങും, ദുഹറിന്റെ സമയം തീരുമ്പോൾ തീരും. കാരണം അപ്പൊ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജുമാന്റെ സമയം വിശാലമാണ്. മനസ്സിലായി? തെളിവുകൾ അറിയിക്കുന്നത് അഭിപ്രായത്താണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും ജുമുഅ നമസ്കരിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്ക് നിഴല് ശേഷിച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൂര്യന് മധ്യത്തിൽ എത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് മുമ്പ് തന്നെ അവരെ ജുമുഅ നമസ്കരിച്ചു. മാത്രമല്ല പെരുന്നാൾ വന്നാൽ, വെള്ളിയാഴ്ചയും പെരുന്നാളും വന്നാൽ എന്താ ചെയ്തിരുന്നത്? ജുമുഅയെ മുൻപിട്ടിരിക്കും. എന്നിട്ട് ഒരു നിസ്കാരമാണ് പെരുന്നാളും ജുമുഅയും ഒന്നിച്ചാണ് നിസ്കരിച്ചിരുന്നത്. അതെപ്പോഴാ? അത് പെരുന്നാൾ സമയത്താണ്. പെരുന്നാൾ നമസ്കാരത്തെ അല്പം പിന്തിപ്പിക്കും, എന്നിട്ട് ജുമുഅയെ മുൻപിപ്പിച്ചിട്ട് ഒരു നിസ്കാരം നിസ്കരിച്ചിരുന്നത് 2 റക്അത്ത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ജുമുഅയെ ദുഹറിന് മുമ്പ് നമസ്കരിക്കാൻ എന്നുള്ളതാണ്. ഏതായാലും പിന്നെ കാരണമുള്ള നമസ്കാരങ്ങൾ നിസ്കരിക്കാൻ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ, വിശേഷ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? തഹയ്യത്ത് നിസ്കാരമുണ്ട്. പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പ്രവേശിക്കൽ എപ്പോഴാണ്? പള്ളിയിൽ പ്രവേശിക്കല് പിന്നെ ഉച്ച സമയത്താണ്. സൂര്യൻ മധ്യത്തിലാകുമ്പോഴൊക്കെ ആളുകൾ പള്ളിയിൽ പ്രവേശിച്ച് നിസ്കരിക്കും. അപ്പൊ അങ്ങനെ നിസ്കരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ നിന്ന് പിന്നെ അല്പം അതിനോട് ആ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള പണ്ഡിതനാണ്. നേരത്തെ വരിക എന്നുള്ളതാണ്, സൂര്യൻ മധ്യത്തിലാണ് സമയത്ത് വന്നിട്ട് നിസ്കരിക്കാൻ പാടുള്ളതിന് നേരത്തെ വരിക എന്നുള്ള വീക്ഷണമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഏതായാലും ഇവിടെ നമ്മൾ പറഞ്ഞ ഈ 3 സമയങ്ങൾ അത് ഒരു പ്രത്യേകം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് ടൈറ്റായ ടൈമാണ്. അപ്പൊ ആ സമയങ്ങളിൽ നിന്ന് തഹയ്യത്ത് കൊള്ളതായ നമസ്കാരത്തെ നമ്മൾ പിന്തിപ്പിക്കുകയാണ് എങ്കിൽ അത് ഉചിതമാണ്. ഇതിവിടെ ഒരു പിന്നെ കുറച്ച് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് والحكم الثاني عند الشافعي من حديث أبي هريرة بسند ضعيف
വസാദ ഇല്ലാ യൗമുൽ ജുമുഅ വകദാലി അബീ ദാവൂദ അൻ അബീ ഖതാദത നഹ്വഹു. ഇവിടെ വൽ ഹുക്മു സാനി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ദ ശാഫിഈ, വൽ ഹുക്മു സാനി ഇന്ദ ശാഫിഈ, ഇമാം ഷാഫിയുടെ അടുക്കൽ രണ്ടാമത്തെ ഹുക്കും എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ സമയമാണ്. അതായത് ഇവിടെ ഈ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ സമയം ഉണ്ടല്ലോ, ഏതാ രണ്ടാമത്തെ സമയം? ഹീന യഖൂമു ഖായിമു ബഖീറ ഹത്താ തസൂല ശംസ് എന്ന് പറഞ്ഞ ഈ സമയം, ഈ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. വൽ ഹുക്മു സാനി എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ വിധി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ച രണ്ടാമത്തെ സമയമാണ്. ഈ രണ്ടാമത്തെ സമയം ഇന്ദ ശാഫിഈ, ഷാഫിഈയുടെ അടുക്കൽ മിൻ ഹദീസ് അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇമാം ഷാഫിഈയുടെ മുസ്നദിൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ ഈ രണ്ടാമത്തെ സമയത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം ഷാഫിയുടെ അടുക്കൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് ദഈഫായ സനദോട് കൂടിയാണ്, സഹിഹായ സനദല്ല, ദഈഫായ സനദാണ്. വസാദ, ആ സനദിൽ ഇമാം ഷാഫിഈ ഏറെ കൊണ്ടുവന്നിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്താ വർദ്ധിപ്പിച്ചത്? ഇല്ലാ യൗമുൽ ജുമുഅ, ഇത് യൗമുൽ ജുമുഅ ഒഴിച്ച്, അതായത് വഹീന യഖൂമു ഖായിമു ബഹീറ ഹത്താ തസൂല ശംസു ഇല്ലാ യൗമുൽ ജുമുഅ. വഹീന യഖൂമു ഖായിമു ബഹീറ, സൂര്യൻ മധ്യത്തിലാകുമ്പോൾ, ഹത്താ തസൂല ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ. നിസ്കാരം പാടുള്ളതല്ല, മറമാടാനും പാടുള്ളതല്ല. ഇല്ല യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒഴിച്ച്. വെള്ളിയാഴ്ച ദിവസം കാരണം വെള്ളിയാഴ്ച എന്തുണ്ടാവും? വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് നിസ്കരിക്കൂല, ആ സമയത്ത് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ മുസ്നദിൽ അബൂ ഹുറൈറയിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ സമയത്തെക്കുറിച്ച്. ആ സനദിൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള ആ സനദ് ദഈഫാണ്. അതിൽ ഇങ്ങനെ ഒരു ഏറുണ്ട്, വസാദ, ഏറെ നൽകിയിട്ടുണ്ട്. എന്ത്? ഇല്ലാ യൗമുൽ ജുമുഅ ഒഴികെ. പക്ഷെ സനദ് എന്താണ്? സനദ് ദഈഫാണ്. രണ്ട് റാവിമാർ, ഒന്ന് ഇബ്രാഹിം ഇബ്നു യഹ്യ, രണ്ടാമത്തേത് ഇസ്ഹാഖ് ബിൻ അബ്ദുള്ള. രണ്ട് റാവിമാർ അതിൽ ദുർബലരാണ്. ഇബ്രാഹിം ഇബ്നു യഹ്യയും ഇസ്ഹാഖ് ഇബ്നു അബ്ദുള്ള, രണ്ട് റാവിമാരുണ്ടെങ്കിൽ ആ രണ്ട് റാവിമാരും ദുർബലരാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ഈ ഇല്ലാ യൗമുൽ ജുമുഅ എന്നുള്ള ഈ ഹദീസ് ഇമാം ഷാഫിയുടെ മുസ്നദിലുള്ളത് ദുർബലാണ്. അതേപോലെ തന്നെ വക്കല ഇപ്രകാരമാണ് ലി അബീ ദാവൂദ അൻ അബീ ഖതാദത നഹ്വഹു, ഇവിടെ ഇമാം ഷാഫി കൊടുത്തറില്ലേ. അതേപോലെ അബൂ ദാവൂദിന്റെ റിവായത്തിലുണ്ട്. വക്കല ഇപ്രകാരം ലി അബീ ദാവൂദ, അബൂ ദാവൂദിനുണ്ട് അൻ അബീ ഖതാദത, അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നഹ്വഹു, ഇതുപോലുള്ള ഹദീസ്. നഹ്വഹു പറഞ്ഞാൽ ഇതുപോലുള്ള ഹദീസ് അബൂ ഖതാദയിൽ നിന്ന്. ഇമാം ഷാഫി കൊടുത്തത് അബൂ ഹുറൈറയിൽ നിന്നാണ്. ഇമാം അബൂ ദാവൂദ് കൊടുത്തത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. പക്ഷെ ആ റിപ്പോർട്ട് തന്നെ അത് ദുർബലാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ തെളിവെടുക്കാൻ പറ്റിയതല്ല. ദുർബലത വളരെ ശക്തമായ ദുർബലതയാണ്. കാരണം രണ്ട് റാവിമാര് ദുർബലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മള് ഇപ്പൊ ഈ രണ്ട് ഹദീസുകളിലും പഠിച്ചത് എന്താണ്? നമസ്കാരം വിരോധിക്കപ്പെട്ട 5 സമയങ്ങൾ. ആ 5 സമയങ്ങളിൽ 3 സമയങ്ങളിൽ ടൈറ്റായ സമയങ്ങളാണ്. അതിൽ നിസ്കരിക്കാനും പാടുള്ളതല്ല, മരിച്ചവരെ മറമാടാനും പാടുള്ളതല്ല. കാരണം ആ സമയങ്ങൾ സൂര്യനെ പൂജിക്കുന്നവർ, ആരാധിക്കുന്നവർ സൂര്യാരാധന നടത്തുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് എതിരാകാനും അവരോട് സാദൃശ്യം പുലർത്താതിരിക്കാനാണ് അത് വിരോധിച്ചത്. എന്നാൽ ആദ്യം പറഞ്ഞ 2 ഹദീസുകളിൽ സമയം അത് വിശാലമാണ്. അത് ഈ സമയങ്ങളിൽ നമസ്കരിക്കുന്നതിന് വസീലയാകാൻ കാരണമാകുന്നത് കൊണ്ടാണ് അവിടെ വിരോധിക്കപ്പെട്ടത്. ചിലർ പറഞ്ഞത് ഈ 3 സമയങ്ങളിൽ ഹറാമാണ് നിസ്കരിക്കൽ, എന്നാൽ ഈ 2 സമയങ്ങൾ മക്രൂഹാണ്. കാരണം എന്താ? കാരണം പിന്നെ ഇവിടെ ഈ സമയങ്ങളിൽ നമസ്കരിക്കുന്നതിലേക്ക് എത്തുന്നതിനെ വിരോധിക്കാനാണ് തീർച്ചയായും പിന്നെ ഇവിടെ നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല പിന്നെ ഈ സമയങ്ങളിൽ ചില നിസ്കാരങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്.
അസർ നമസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അസർ നിസ്കരിച്ച ഉടനെ രണ്ടരക്കാലത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ദുഹറിൻ്റെത് അതാ വീട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സുബൈന്റെ നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നതിന് റസൂൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വിരോധം കടുത്തതല്ല ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ മക്രൂഹ്, ഇവിടെ ഹറാം എന്ന് പണ്ഡിതന്മാർ വേർതിരിച്ച് പറഞ്ഞു. ഒരു വിശാലമായിട്ടുള്ള ഒരു മസാലയാണ്. ഇനി നമുക്ക് ഇനി വരും ഇതിന്റെ ബാക്കി. ഇപ്പൊ മസ്ജിദുൽ ഹറാമിൽ നിസ്കാരം, മസ്ജിദുൽ ഹറാമിൽ നിസ്കാരം അത് ഇതേപോലെ ഈ ഹദീസുകളിൽ പറഞ്ഞതുപോലെ വിരോധിക്കപ്പെട്ടതാണോ അല്ലേ അത് തുടങ്ങിയ വിഷയങ്ങൾ ഇൻഷാല്ലാ അടുത്ത ഹദീസിൽ വരും. ഈ ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.